പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തമിഴിൽ ഉണ്ടാവുമ്പോൾ തന്നെ ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആണ്. പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ അല്ല, അതായത് ഇപ്പോൾ ഉള്ള റൂളിംഗ് പാർട്ടിയുടെ ഇമിഗ്രേഷൻ പോളിസി അല്ല. ഈ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലേബർ പാർട്ടിയാണ്. അതായത് ഇനി അധികാരത്തിലേക്ക് വരും എന്ന് ഏകദേശം കൊണ്ട് തീരുമാനമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ലേബർ പാർട്ടി. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇലക്ഷന്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഈ ലേബർ പാർട്ടിയുടെ ഇനി ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ ഇമിഗ്രേഷൻ പ്ലാനുകൾ ഇങ്ങനെ ആയിരിക്കും, എന്തൊക്കെ ആയിരിക്കുമെന്നാണ് നമ്മൾ നോക്കണ്ടേ. അതാണ് ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് എല്ലാം കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഇമിഗ്രേഷൻ പ്ലാന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിയമത്തിൽ ഇവിടെ റൂളിങ്ങിൽ വന്നേക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു പാർട്ടിയാണ് ലേബർ പാർട്ടി. എന്തുകൊണ്ട് വിചാരിക്കാം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നിട്ടുള്ള ലോക്കൽ ഇലക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കൺസർവേറ്റീവ് പാർട്ടി ഭയങ്കരധികം തോറ്റിരിക്കുകയാണ്, സീറ്റുകൾ ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ നമ്മുടെ ഇലക്ഷൻ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് സഹിതം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേബർ പാർട്ടിക്ക് ഇപ്പോൾ ഒരു ചാൻസ്, ഒരു വിന്നിങ് ചാൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ പാർട്ടിക്കാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. യു കെയുടെ രാഷ്ട്രീയം ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ ഇത്ര നാൾ ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ജസ്റ്റ് ഇൻഫ്ലേഷനിൽ നിന്ന് കരകയറി എന്നുള്ളൊരു ന്യൂസും വരുന്നുണ്ട്. അതിന് മാത്രമല്ല റുവാണ്ട പ്ലാന് കുറേ നാളുകളായിട്ട് പ്ലാനുകൾ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അടുത്ത് അത് സ്റ്റാർട്ട് ചെയ്തു, ഡിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതും അറിയുന്നുണ്ട്. അത് മാത്രമല്ല മൈഗ്രേഷന് നല്ല രീതിയിലുള്ള ഒരു ഗ്രിപ്പ് ഇപ്പോൾ ഋഷി സുനക് പാർട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനി കൂടുതൽ കടുപ്പിക്കുമോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ചെറിയ പ്ലാനുകളും പുതിയ മുറവിളികൾ അവരുടെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ വരുന്നുണ്ട്. അതായത് ഗ്രാജുവേറ്റ് റൂട്ട് വിസ സ്ക്രാപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ ഒരു ക്യാപ്പ് ഏർപ്പെടുത്തുക, സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരുന്നതിൽ ഒരു ക്യാപ്പ് ഏർപ്പെടുത്തുക എന്നുള്ളത്, കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഓൾറെഡി നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിക്കകത്ത് തന്നെ വീണ്ടും ഒരു സ്വരം ഉയരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന ആഴ്ചകൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് നടക്കാൻ പോകുന്നത്. ഇന്ന് ലേബർ പാർട്ടിയുടെ ഒരുപക്ഷെ ഒരുപക്ഷെ ഇലക്ഷൻ അടുത്ത പ്രാവശ്യം ഇവർ നിലവിൽ വരാനുള്ള ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ലേബർ പാർട്ടിയുടെ ലേബർ ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ പോളിസിയാണ്. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലേബർ പാർട്ടി നിലവിൽ വന്നു കഴിഞ്ഞാൽ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ ഇവരുടെ ഈ പ്ലാനിനകത്ത് കൺസർവേറ്റീവ് പാർട്ടിയെ എടുത്ത് വിമർശിച്ചിട്ടാണ് ഈ ഒരു പ്ലാനുകൾ തുടങ്ങുന്നത്. കാരണം ഇവരുടെ പ്ലാനുകൾ, കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്ലാനുകളെല്ലാം അമ്പേ പരാജയമാണ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ ഈ ബോട്ടിൽ ത്രൂ ഒരുപാട് ഇല്ലീഗൽ മൈഗ്രൻസ് ക്രോസ് ചെയ്യുന്നത് തടയാനായിട്ട് നോക്കിയിട്ട് അത് നടന്നിട്ടില്ല. പക്ഷേ ഇവർ നിലവിൽ വരുവാണെങ്കിൽ അത് നടക്കും, ഇല്ലെങ്കിൽ അതൊക്കെ വളരെ രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എടുത്ത് വിമർശിച്ചിട്ടാണ് പരിപാടികൾ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് എടുത്ത് നോക്കിയിട്ട് പോകാം. തീർച്ചയായിട്ടും ഈ യു കെ എന്നുള്ള രാജ്യത്തിൽ ഇമിഗ്രേഷൻ എന്നുള്ളത് ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. അതിപ്പോൾ യു കെയുടെ ഇവിടെ ഒരു എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനോ 32 ബില്യൺ പൗണ്ടാണ് യു കെയിലേക്ക് സ്റ്റുഡൻസ് വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അത് മാത്രമല്ല ഇവിടുത്തെ ഓൾഡ് ഏജ് പീപ്പിൾസിനെ നോക്കാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ഒരുപാട് കെയറേഴ്സ്, നേഴ്സിംഗ് സ്റ്റാഫുകൾ, ഡോക്ടേഴ്സ്, പല മേഖലയിലുള്ള ആൾക്കാർ യു കെയിലേക്ക് എത്തിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ്. സോ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇമിഗ്രേഷൻ. അതുകൊണ്ട് തന്നെ അതിൽ ഒരു കൈവെപ്പ് ഉണ്ടാവില്ല, പക്ഷേ അത് കുറച്ചും കൂടി കൺട്രോൾഡ് ആയിരിക്കും, അതിന് പ്രോപ്പർ പ്ലാനുകൾ ഉണ്ടാവും എന്നാണ് എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായത്. ഇതിന്റെ താഴത്തുള്ള പാരഗ്രാഫിൽ ഒരു വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോറീസിന്റെ, അതായത് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇമിഗ്രേഷൻ പ്ലാനുകൾ വലിയ പരാജയമായിരുന്നു. അതായത് നെറ്റ് മൈഗ്രേഷൻ അത് ഹിറ്റ് അടിച്ചു, റെക്കോർഡ് ഭേദിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സോ അത് അതായത് ലേബർ പാർട്ടി നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് താഴത്തേക്ക് കൊണ്ടുവരും. അതായത് മൈഗ്രേഷൻ നമ്പേഴ്സ് ഹിറ്റ് അടിച്ചിരിക്കുന്നത് അത് കുറയ്ക്കും. അത് മാത്രമല്ല സ്കിൽഡ് ആയിട്ടുള്ള യങ് പീപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ സ്കീമുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുമാത്രമല്ല ഇവിടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന ഇല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുള്ള മേഖലയിൽ ആൾക്കാരെ ആവശ്യമുണ്ടെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ലഭ്യത ഉറപ്പുവരുത്തും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അത് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യം, നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ലേബറിന്റെ പ്ലാൻ ഫോർ ഇമിഗ്രേഷനിൽ ലേബേഴ്സ് ഇമിഗ്രേഷൻ പോളിസി വിൽ റെഡ്യൂസ് ദ reliance on overseas workers, address homegrown skill shortage and ensure that hard work is rewarded with the proper wage and condition. ഓക്കെ, ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓവർസീസ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ലിമിറ്റ് ചെയ്യും, റെഡ്യൂസ് ചെയ്യും, അവരുടെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കും എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു പോയിന്റ് ലേബറിന്റെ ഇമിഗ്രേഷൻ പോളിസിക്കകത്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ലേബർ ഗവൺമെന്റ് പുറത്തുള്ള ഇമിഗ്രൻസിനെ അവർ എന്താ പറയുക, അവർ ഹൈലൈറ്റ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് UK-യിൽ ഇമിഗ്രൻസ് എന്നുള്ളത്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ പൂർണ്ണമായിട്ട് നോക്കുന്ന സമയത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത്, പുറത്തുള്ള ഇമിഗ്രൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഒരു കൺട്രോൾ വയ്ക്കും, അതിന് റെഡ്യൂസ് ചെയ്യും. കൂടുതലും ഇൻ കൺട്രിയിലുള്ള ആൾക്കാരെ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഇവിടെയുള്ള എക്കണോമിക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ഷോർട്ടേജ് ഫില്ല് ചെയ്യാൻ അവർക്ക് ഉതകുന്ന രീതിക്കുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്ത് അവരെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. അതുമാത്രമല്ല, അവർക്ക് ഇപ്പോൾ ഉള്ള നിലവാരത്തിനനുസരിച്ചുള്ള വേജസ് ഉറപ്പുവരുത്തും, അവർക്ക് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തും എന്നുള്ളതും കൂടിയിട്ട് ലേബർ പാർട്ടി പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ സപ്പോർട്ട് എ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം ദാറ്റ് വർക്ക്സ് ഫോർ വർക്കേഴ്സ് ആൻഡ് ബിസിനസ്. അതായത് ലേബർ നമ്മുടെ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയിട്ട് വർക്ക്സ് ഫോർ വർക്കേഴ്സ് ആൻഡ് ബിസിനസ്. അതെനിക്ക് തോന്നുന്നു ഇവിടെയോ ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരെയോ റിക്രൂട്ട് ചെയ്യും ഈ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം ത്രൂ ഈ ബിസിനസ്സിനെയും ഇവിടുത്തുള്ള ജോബ്സ് ഫില്ല് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ട് നിർത്തില്ല, പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യും. അത് വളരെ വ്യക്തമായിട്ട് അറിയാം. ലേബർ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇമിഗ്രേഷൻ നിർത്തുന്ന പരിപാടിയില്ല. പക്ഷേ അത് മറ്റ് രാജ്യങ്ങൾക്ക് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കും, ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് യങ് പ്രൊഫഷണൽ സ്കീമൊക്കെ ഉണ്ട്, അതൊക്കെ ഈ ലേബർ ഗവൺമെന്റ് വരുന്ന സമയത്ത് അതേപോലെ നിർത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയണം. കാരണം അതിന് കുറേ പ്രോബ്ലംസും കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷെ പറയാം വരുന്ന സമയങ്ങളിൽ. അവരുടെ ആ 4 പ്ലാനുകൾ: ഒന്ന്, ഇൻട്രൊഡ്യൂസ് ന്യൂ ട്രെയിനിങ് പ്ലാൻസ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ ദ കീ ഒക്യുപ്പേഷൻസ് ഇൻക്ലൂഡിങ് എ വർക്ക് ഫോഴ്സ് പ്ലാൻ ആൻഡ് എ ഫെയർ പേ എഗ്രിമെന്റ് ഫോർ അഡൾട്ട് സോഷ്യൽ കെയർ. അതായത് സോഷ്യൽ കെയർ വർക്കേഴ്സിനെ കൊണ്ടുവരുമോ ഇല്ലെങ്കിൽ വീണ്ടും കൊണ്ടുവരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇൻട്രൊഡ്യൂസ് ന്യൂ ട്രെയിനിങ് പ്ലാൻ ഫോർ റിക്വയർമെന്റ്സ് ഫോർ കീ ഒക്യുപ്പേഷൻസ്. അതായത് ഇവിടെ ഉള്ള എന്താ പറയുക, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് കെയർ ജോബ്സ്, അത് ഭയങ്കര ഷോർട്ടേജ് ഉള്ളൊരു ഫീൽഡാണ്. സോ അങ്ങനെയുള്ള ജോബ്സിനൊക്കെ ഇവിടെ ട്രെയിനിങ് പ്ലാനുകൾ കൊണ്ടുവരും. ഇവിടെയുള്ള ആൾക്കാർക്ക് ട്രെയിൻ ചെയ്ത് കയറ്റിയ, മുന്നത്തെ പറഞ്ഞ പാരഗ്രാഫും ഇതും കൂടി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്ത് കയറ്റിയ മാക്സിമം കിട്ടാത്തവരെ പുറത്തുനിന്ന് കൊണ്ടുവരിക, ഇത്ര ഉള്ളത്, വളരെ സിമ്പിളായിട്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ റിഫോം ദ അപ്രന്റീസ്ഷിപ്പ് ലെവി ടു സപ്പോർട്ട് അപ്സ്കില്ലിംഗ് ആൻഡ് സ്കില്ലിംഗ് ഇൻ കീ ഷോർട്ടേജ് ഏരിയാസ് ഇൻക്ലൂഡിങ് കൺസ്ട്രക്ഷൻ, IT ആൻഡ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ എനിക്ക് തോന്നുന്നു UK-യിലേക്ക് പഠിക്കാൻ വരുന്നവർക്ക് ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ലേബർ ഗവൺമെൻറ് വന്നിട്ട് ആ സമയത്ത് ഏതൊക്കെ റൂൾ സ്റ്റുഡൻസിന് ബാധകമാവുന്നു, ഇനി ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റുന്നു, ഗ്രാജുവേറ്റ് റൂട്ടേഴ്സ് ഉണ്ടാവുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ ഈ ഒരു കാര്യം വെച്ചിട്ട് ഇല്ലെങ്കിൽ ഇവിടെയുള്ള പഠിക്കാൻ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെ ചെറിയ ചെറിയ പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഈ പറഞ്ഞ ഇൻക്ലൂഡിങ് കൺസ്ട്രക്ഷൻ, IT ആൻഡ് എഞ്ചിനീയറിംഗ് മേഖല ഷോർട്ടേജ് നേരിടുന്ന മേഖലയിലേക്ക് ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ട്രെയിനിങ്ങുകൾ കൊടുത്ത്, ജോബുകൾ കൊടുത്ത്, അപ്രന്റീസ്ഷിപ്പുകൾ കൊടുത്തിട്ട് അവരെ അതിനുവേണ്ടി ഉതകും എന്നുള്ളതാണ് പറയുന്നത്. അതും കൊള്ളാം. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് ആക്സസ് ടു ദ ഇമിഗ്രേഷൻ സിസ്റ്റം ഫോർ ദ റോ എംപ്ലോയേഴ്സ് ഹു ഫെയിൽ ടു പ്രൊവൈഡ് ദ ഫെയർ പേ ഫോർ ഫെയർ വർക്ക്. അത് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന അറിയാലോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പണിയെടുക്കുന്ന പൈസ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല, റേറ്റ് കുറച്ച് തരും, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ തരും. അല്ലെങ്കിൽ ഇതിൽ കുറേ മീനിങ് ഉണ്ട്. ഇൻക്ലൂഡിങ് ക്യാഷ് ഇൻ ഹാൻഡ് കൊടുക്കുന്നവർ, ഇൻക്ലൂഡിങ് പല ജോബുകൾ ഇങ്ങനെ ഇല്ലീഗലായിട്ട് ചെയ്യുന്നവരെ എല്ലാം അവർ സ്ട്രോങ് വിസ പെനാൽറ്റിയോ ഇല്ലെങ്കിൽ നല്ല ഫൈനോ അവർ കൊടുക്കും. അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയുള്ളവരെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയേഴ്സിനെ നല്ല പണി കൊടുക്കും എന്ന് തന്നെയാണ് സിമ്പിളായിട്ട് ഒരു മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫോം ദ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ടു ലിങ്ക് ഇറ്റ് ടു ദ ബോഡീസ് സെറ്റിംഗ് ഔട്ട് ദ ഇൻഡസ്ട്രിയൽ ആൻഡ് സ്കിൽ സ്ട്രാറ്റജീസ് ലേണിംഗ് ഫ്രം ദ ഓസ്ട്രേലിയൻ അപ്രോച്ച് ടു എൻഷ്യൂർ ദാറ്റ് സ്കിൽ ഷോർട്ടേജ് മസ്റ്റ് ബി ടാക്കിൾഡ് വിത്ത് എ പ്ലാൻ ടു അപ്സ്കിൽ വർക്കേഴ്സ് ഇൻ ദ UK. അതായത് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി, നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. അപ്പോൾ അവരെ ഒന്നും കൂടി റിഫോം ചെയ്തിട്ട് ഓസ്ട്രേലിയൻ സ്റ്റൈല് ഒരു അപ്രോച്ച് നടത്തും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതെന്ത് അപ്രോച്ചാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് വലിയ രീതിയിൽ എടുത്ത് പറയുന്നുണ്ട്. UK-യിലുള്ള ആൾക്കാരെ പണിയെടുക്കാതിരിക്കുന്നവരിന് പണിയെടുക്കുന്നവരെയൊക്കെ പല രീതിയിലും അപ്സ്കിൽ ചെയ്തിട്ട് ഇവിടെയുള്ള ഷോർട്ടേജ് പരിഹരിക്കുക. പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ സ്റ്റൈൽ അപ്രോച്ച് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും IELTS OET അങ്ങനെയൊക്കെ കൊണ്ടുവരേണ്ടി വരും അല്ലേ.
കൊണ്ടുവരികയായിരിക്കും. എല്ലാവർക്കും ചിലപ്പോൾ അത് ബാധകമായേക്കാം, ഒരു പക്ഷേ അറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. അത് മാത്രമല്ല, പിന്നെ ഇതാണ് 4 മെയിൻ പോയിന്റ്. ഇതിനകത്ത് ഇനി ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ അവർ ഓരോന്നോരോന്നായിട്ട് പുറത്തു വിടും. ഇതെല്ലാവർക്കും കൊടുക്കുമോ, ഏതൊക്കെ കൺട്രീസിന് ഇത് അവർ റെസ്ട്രിക്ഷൻ പോലെ കൊണ്ടുവരുന്നോ, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ പുറകിലൊരു ഉടായ്പ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഇതില്ലെങ്കിൽ അറിയാം. എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ, നമ്മൾ ബാധിക്കുന്ന പ്ലാൻ ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ലേബേഴ്സ് ബോർഡർ പ്ലാൻ ടു സ്റ്റോപ്പ് ദ ബോട്ട്സ്. അത് നമുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട്, ഫ്രാൻസും മറ്റ് രാജ്യങ്ങളുമായിട്ട് അവർ കൂടി ചേർന്നിട്ട് ഈ പറഞ്ഞ ഇങ്ങോട്ട് കിടക്കുന്ന ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇങ്ങോട്ട് എത്തിക്കുന്നതിൽ അത് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാക്ക് ഡൗൺ ഓൺ എ ക്രിമിനൽ സ്മഗ്ലേഴ്സ് ഗ്യാങ് ഫെസിലിറ്റേറ്റിംഗ് ദ ബോട്ട് സ്മാൾ ബോട്ട് ക്രോസിംഗ് ടു ദ ന്യൂ ക്രോസ് ബോർഡേഴ്സ് പോളിസീസ്. അത് യൂറോപ്പുമായിട്ട് ചേർന്നിട്ട് ചെയ്യും. അത് മാത്രമല്ല എൻഡ് ഹോട്ടൽ യൂസ്, അതായത് എല്ലാം അസൈലം ബാക്ക്ലോഗ്സും ക്ലിയർ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരുപാട് അസൈലം സീക്കേഴ്സ് ഉണ്ട്. ഇതുവരെ ഋഷി സുനക് റുവാണ്ടയിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ട് അധികം നടന്നിട്ടില്ല. പക്ഷെ അതെല്ലാം വരുമ്പോൾ തന്നെ ക്ലിയർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ന്യൂസിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ റുവാണ്ട പോളിസി അവസാനിപ്പിക്കുമെന്നും ലേബർ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ ഏത് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതോടെ ഇരിക്കട്ടെ. ഓക്കെ, റിഫോംസ് റീസെറ്റിൽമെന്റ് റൂട്ട് ടു സ്റ്റോപ്പ് പീപ്പിൾ ബീങ് എക്സ്പ്ലോയിറ്റഡ് ബൈ ദ ഗ്യാങ്സ്. റിഫോം ദ റീസെറ്റിൽമെന്റ് റൂട്ട്സ്. അതെനിക്ക് മനസ്സിലായില്ല. അത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആണോ, അതും എനിക്ക് അറിഞ്ഞുകൂടാ. അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ ക്ലിയർ ആയി പറയുമായിരിക്കാം. ഓക്കെ, ന്യൂ അഗ്രിമെന്റ് വിത്ത് ദ ഫ്രാൻസ് ആൻഡ് അതർ കൺട്രീസ് ഓൺ റിട്ടേൺ ആൻഡ് ഫാമിലി റീയൂണിയൻ. അതായത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വീണ്ടും ഫാമിലി റീയൂണിയൻ ആയിട്ടുള്ള വിസ സ്കീമുകളും സംവിധാനങ്ങളും പുതിയ എഗ്രിമെന്റിലൂടെ തുറക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ടാക്കിൾ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആൻഡ് സോഴ്സ് ഹെൽപ്പിംഗ് റെഫ്യൂജീസ് ഇൻ ദ റീജിയൻ. അതായത് മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും അതുപോലെ യുക്രൈനിൽ നിന്നും ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസിനകത്ത് ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേബർ പാർട്ടി വരുന്ന സമയത്തും ഒരുപാട് ഇതേപോലെ യുദ്ധം നടക്കുന്ന സ്ഥലത്തു നിന്ന് റെഫ്യൂജീസിനെ എടുത്തിട്ട് UK കൊണ്ടുവരും എന്നാണ് പറയുന്നത്. സ്റ്റുഡൻസിൻ്റെ കേസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് വലിയൊരു വിഷമമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ബില്യൺസ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഒരിക്കലും റെഫ്യൂജീസോ ഇല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ നുഴഞ്ഞു കയറിയവരൊന്നും അല്ല. ബില്യൺസ് കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻസാണ്. ഇനിയിപ്പോൾ സ്റ്റുഡൻസിന് ഇവിടെ ഒരു എന്താ പറയുക അവസരമില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഗ്രാജുവേറ്റ് റൂട്ട് വിസയുടെ കേസ് പറഞ്ഞിട്ടില്ല. ഹെൽത്ത് കെയർ വിസ ഇവിടെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കും, അപ്സ്കിൽ ചെയ്യിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ആവശ്യത്തിന് മാത്രം പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യും, ആവശ്യത്തിനുള്ളവരെ മാത്രം പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ്. വലിയ പ്രത്യേകതയൊന്നുമില്ല ലേബറുടെ ഈ ഒരു എന്താ പറയുക ഇമിഗ്രേഷൻ പ്ലാന്. UK ഗവൺമെൻറ് ഇപ്പോഴത്തെ പ്ലാനുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇത് തന്നെയാണ് കുറച്ച് ഗവൺമെൻറ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയും പറയുന്നത് തന്നെ ഇവിടെ തന്നെ എല്ലാവരും എടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയൊരു ഇത് കാണുന്നില്ല. പക്ഷേ സ്റ്റുഡൻസിൻ്റെ കേസോ മറ്റു കാര്യങ്ങളോ സ്കിൽഡ് മൈഗ്രൻസിനെ കൊണ്ടുവരും, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി കണ്ടറിയാം നല്ലൊരു പ്ലാനാണോ അല്ലേ എന്നുള്ളത്. വെയിറ്റ് ചെയ്യാം ആരാണ് ഇലക്ഷന് വരുന്നത് എന്നുള്ളത്. എന്തായാലും യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ കേസുകളോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് യങ് പ്രൊഫഷണൽ സ്കീം അടുത്ത വർഷം ഉണ്ടാവട്ടെ എന്നാണ് എനിക്കറിഞ്ഞില്ല ഇവർ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും നോക്കാം. എന്തായാലും കൺസർവേറ്റീവ് പാർട്ടി അടുത്ത പ്രാവശ്യത്തേക്ക് എത്തും എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ്. ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. കാണാം.